വന്ദേമാതരത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി ലോക്സഭയിലും രാജ്യസഭയിലും വന്ദേമാതരം തന്നെയായിരുന്നു ചർച്ച. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം ആണ് എന്നായിരുന്നു BJP ഇതിന് പറഞ്ഞൊരു കാരണം. പ്രധാനമന്ത്രി വന്ദേമാതരത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ലോക്സഭയിൽ പറയുകയുണ്ടായി. ഒന്ന്, ഈ വന്ദേമാതരത്തിലെ കുറേ ഭാഗങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് നെഹ്റു അടർത്തി മാറ്റാൻ ശ്രമിച്ചു, അങ്ങനെ ഒഴിവാക്കിയെന്നാണ് മോദി പറയാൻ ശ്രമിച്ചത്. ഇതിനെ കോൺഗ്രസും ബാക്കി പ്രതിപക്ഷ കക്ഷികളും എതിർക്കുകയുണ്ടായി. വന്ദേമാതരത്തിൽ അങ്ങനെയല്ല നടന്നത് എന്നുള്ളത് കോൺഗ്രസ് അവിടെ വിവരിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വന്ദേമാതരത്തെ RSS എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഈ വന്ദേമാതരം ചർച്ചയാണ് ആദ്യം. അജിംസ്, ലോക്സഭയിൽ മോദി വന്ദേമാതരത്തെക്കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിന് കോൺഗ്രസ് പറഞ്ഞ ഒരു മറുപടി, വന്ദേമാതരം എന്തുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്, അത് ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. ഒരു ബംഗാൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ? അല്ല, വന്ദേമാതരത്തെക്കുറിച്ച് നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ ഒരു മാസം മുമ്പാണ് ഡിസ്കസ് ചെയ്തത്. അതും BJP ഉയർത്തിവിടുന്ന ഒരു നറേറ്റീവ്, അത് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം വന്ദേമാതരം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്കസ് ആവുന്നത് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അടുത്ത വർഷം ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആ തെരഞ്ഞെടുപ്പ് വിഷയമാവും, രവീന്ദ്രനാഥ് ടാഗോർ തെരഞ്ഞെടുപ്പ് വിഷയമാവും, സുഭാഷ് ചന്ദ്രബോസ് തെരഞ്ഞെടുപ്പ് വിഷയമാവും, വന്ദേമാതരം തെരഞ്ഞെടുപ്പ് വിഷയമാവും. അത് അവർ തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ പാർലമെൻറ്റിനെ കൂടി അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഇപ്പം വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികം ആചരിക്കുമ്പോൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടത്? അതെല്ലാം അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ് നെഹ്റുവിനെ കുറിച്ചാണ്. നെഹ്റു സുഭാഷ് ചന്ദ്രബോസിനും രവീന്ദ്രനാഥ് ടാഗോറിനും കത്തെഴുതി. ആ കത്തിൽ വന്ദേമാതരത്തിൻ്റെ ചില വരികൾ മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു, നെഹ്റു ആവശ്യപ്പെട്ടു എന്നാണ്. നമ്മൾ കഴിഞ്ഞ ഈ വന്ദേമാതരം തന്നെ ഡിസ്കസ് ചെയ്ത എപ്പിസോഡിൽ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം? ഒന്ന്, വന്ദേമാതരത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വന്ദേമാതരം എന്ന് പറയുന്നത് ആനന്ദമഠം എന്നൊരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഗാനമാണ്. അപ്പോൾ ആനന്ദമഠത്തിൻ്റെ പ്രമേയം തന്നെ കോൺട്രവേഴ്ഷ്യലാണ്. അങ്ങനെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള പ്രമേയമുള്ള ഒരു എന്താണ് പറയുക, ഒരു ബംഗാളി നോവലിൽ നിന്നെടുത്ത ഒരു ഗാനം. ആ ഗാനം, വന്ദേമാതരം എന്ന് പറയുന്ന ഗാനം എന്തുകൊണ്ടാണ് ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് വലിയ പോപ്പുലർ ആവാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് എന്താണ് ഈ മദർ ഇന്ത്യ എന്നൊരു ആശയം ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ മദർ ഇന്ത്യ എന്ന ആശയം ഒരിക്കലും വന്ദേമാതരത്തിൽ നിന്ന് കൺസീവ് ചെയ്തതല്ല, അത് ബ്രിട്ടാനിക്ക എന്ന ആശയത്തിൽ നിന്നാണ്. ബ്രിട്ടാനിക്ക എന്ന് പറഞ്ഞാൽ അന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഒരു സ്ത്രീയായി, ഒരു സ്ത്രീ രൂപമായി പരിഗണിച്ചുകൊണ്ടുള്ളൊരു ഭാവനയാണ് ബ്രിട്ടാനിക്ക. അതിൽ നിന്നാണ് മദർ ഇന്ത്യ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ മദർ ഇന്ത്യ കൺസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഈ മദർ ഇന്ത്യയെക്കുറിച്ചുള്ള ധാരാളം ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. ഗവർണറുടെ ആ വിവാദം ഉണ്ടല്ലോ, കേരളത്തിലെ രാജ്ഭവനിൽ ഗവർണറുടെ വിവാദ കാലത്ത് എന്താണ് ഈ മദർ ഇന്ത്യ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടന്നത്. യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള മദർ ഇന്ത്യ ഉണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന RSS പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യയുടെ ഭൂപടവും അതിലൊരു സ്ത്രീ, സാരി ഉടുത്ത സ്ത്രീ, ഒരു കാവിക്കുടി പിടിച്ച് നിൽക്കുന്ന, അതല്ല യഥാർത്ഥത്തിൽ മദർ ഇന്ത്യ. അതിന് മുമ്പ് പല മദർ ഇന്ത്യകളും വന്നിട്ടുണ്ട്. ഇത് RSSൻ്റെ മദർ ഇന്ത്യയാണ്. അപ്പോൾ വന്ദേമാതരം എന്ന ആശയം തന്നെ, മദർ ഇന്ത്യ എന്ന ആശയം തന്നെ ബ്രിട്ടാനിക്കയിൽ നിന്ന് കൺസീവ് ചെയ്തതാണ്. അതിന് ഉപോത്ബലകമായൊരു ബംഗാളി കവിത ആനന്ദമഠത്തിൽ നിന്ന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ദേശീയഗാനമാക്കണമെന്നുള്ള ചർച്ച വരുമ്പോൾ, കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ചർച്ച വരുമ്പോൾ അന്ന് പലരും ഇതിനെ എതിർക്കുന്നു. ഉദാഹരണത്തിന് മൗലാന അബുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ളത് എതിർക്കുന്നു. കാരണം ഇത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വരികളല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദേശീയഗാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്ന വരികളാവണമല്ലോ. അപ്പോൾ അതേക്കുറിച്ച്, കാരണം നെഹ്റുവിന് ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നു. നെഹ്റു അദ്ദേഹത്തിന് ഈ ആനന്ദമഠത്തെക്കുറിച്ചോ ഈ ഗാനം കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ വിശദീകരണം ചോദിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോറിനും സുഭാഷ് ചന്ദ്രബോസിനും കത്തെഴുതുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ വ്യക്തിപരമായി അത് മുഴുവനായി ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരനാണ്. കാരണം അദ്ദേഹം അത് പൊളിറ്റിക്കലായിട്ടല്ല കാണുന്നത്, അതൊരു കവിയുടെ, ഒരു എഴുത്തുകാരൻ്റെ അവകാശമാണ് അത് പൂർണ്ണമായ രൂപത്തിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് അത് മുറിച്ച് മാറ്റുന്നതിനുണ്ട്, ഏതെങ്കിലും വരികൾ മാറ്റുന്നതിനുണ്ട് അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. പക്ഷേ നെഹ്റു ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്ന ഒന്നായി മാറണമല്ലോ. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസ മാത്രം ഉപയോഗിക്കാം എന്ന നെഹ്റുവിൻ്റെ ആ സജഷൻ രവീന്ദ്രനാഥ് ടാഗോറിന് സ്വീകാര്യമായിരുന്നു. അങ്ങ് ഇതിൻ്റെ പൊളിറ്റിക്കൽ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ച് തന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ച് മറുപടി എഴുതുന്നത്. സുഭാഷ് ചന്ദ്രബോസ് അഭിപ്രായക്കാരനാണ്. അപ്പോൾ ഇവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെഹ്റു അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഈ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് മോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പ്രസംഗിക്കുന്നത് എന്താണ്, ഇങ്ങനെ പറഞ്ഞപ്പോൾ നെഹ്റു അങ്ങനെ കത്തെഴുതി ഇത് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ് രവീന്ദ്രനാഥ് ടാഗോറിന് കത്തെഴുതി എന്ന് പറഞ്ഞ് ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് BJP ചെയ്യുന്നതാണ്, BJP തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ഈ വന്ദേമാതരം ഡിബേറ്റ് ഇന്നലെ ഞാൻ ഇന്ന് കാണുമായിരുന്നു കുറേ നേരം. അതിൽ പ്രിയങ്ക ഗാന്ധി തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക,
ഈ പഴയ കാര്യങ്ങൾ മുഴുവൻ ഒരൊറ്റ സമ്മേളനത്തിൽ പറഞ്ഞു തീർക്കുക. നെഹ്റുവിനെയും ഗാന്ധിയെ കുറ്റം പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു തീർക്കുക. എന്നിട്ട് നിങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചും രാജ്യത്തെ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ അതിലും രസകരമായ പ്രസംഗം പാർലമെൻറ്റിൽ ഞാൻ കേട്ടത് ആം ആദ്മി പാർട്ടിയുടെ MP സഞ്ജയ് സിംഗ് ശരിക്കും വാരി ഉടുത്തു. BJP RSSനും വാരി ഉടുക്കുമായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നൊട്ട് ചോദ്യം, എന്ന് മുതലാണ് നിങ്ങൾ ഈ വന്ദേമാതരം എന്ന് പറയാൻ തുടങ്ങിയതെന്നാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ശാഖയിലോ എവിടെയെങ്കിലും വന്ദേമാതരം ചൊല്ലാറുണ്ടോ എന്ന് ചോദിക്കുന്നു. അവരവരുടെ ഗണഗീതമാണ് ചൊല്ലുന്നത്. നിങ്ങൾ വന്ദേമാതരം ചൊല്ലുന്നുണ്ടോ? വന്ദേമാതരം തെറ്റുകൂടാതെ പൂർണ്ണമായിട്ടും ചൊല്ലാറിയാവുന്ന എത്ര RSSകാരുണ്ട്, BJPക്കാരെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ടി വി ഷോയിലുണ്ട്. ഒരു മൗലവി ഒരു BJPക്കാരനോട് പറഞ്ഞു നിങ്ങളൊന്ന് ചൊല്ലിക്കുക വന്ദേമാതരം എന്ന് പറയുമ്പോൾ പാടുന്നൊരു സാധനം വൈറലാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തന്നെ പറയുന്നത് ഈ വളരെ രസകരമായൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൊള്ളക്കാരുണ്ട്. ഈ കൊള്ളക്കാർ ഗ്രാമം കൊള്ളയടിക്കാൻ വരുമ്പോൾ അവരെപ്പോഴും ജയ് ഭവാനി എന്ന് വിളിക്കും. അതുപോലെയാണ് നിങ്ങൾ വന്ദേമാതരം പറയുന്നതാണ് പറയുന്നത്. കാരണം ഈ കൊള്ളക്കാർക്കാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ കൊള്ളക്കാർ ജയ് ഭവാനി എന്ന് വിളിക്കുന്ന പോലെയാണ് നിങ്ങൾ ഈ വന്ദേമാതരം പറയുന്നതാണ് മോദിയെയും കൂട്ടുകാരെയും ഓർമ്മിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യസ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എത്ര പേർ വന്ദേമാതരം ചൊല്ലി ജയിലിൽ പോയിട്ടുണ്ട്? എത്ര RSSകാർ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം ചൊല്ലി ജയിലിൽ പോയിട്ടുണ്ട്? എന്നാൽ വന്ദേമാതരം ചൊല്ലി ജയിലിൽ പോയ മറ്റനേക ആൾക്കാർ കോൺഗ്രസ്സിലുണ്ട്. വന്ദേമാതരം ചൊല്ലിക്കൊണ്ട് ജയിലിൽ പോയ ഒരു 4 പേരുടെ പേര് പറയാമോ എന്നാണ് ട്രഷറി ബെഞ്ചിനെ നോക്കിയിട്ട് സഞ്ജയ് സിംഗ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൗണ്ടർ അറ്റാക്കാണ് ശരിക്കും ഓപ്പോസിഷൻ്റെ ഭാഗത്തുണ്ടായത്. വന്ദേമാതരം ചർച്ച ചെയ്യാൻ മോദി തുടക്കം കുറിച്ചുവെങ്കിലും തിരിച്ച് നല്ല അറ്റാക്ക് തിരിച്ച് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് അവർ സ്വന്തം കാലിന് വെടിവെക്കുകയാണ് വന്ദേമാതരം ഡിസ്കഷൻ എടുക്കുകയോടെ ചെയ്തോടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ വന്ദേമാതരം മാത്രമല്ല, ത്രിവർണ്ണ പതാക എന്നാണ് നിങ്ങൾ ഉയർത്താൻ തുടങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഭരണഘടന എന്നാണ് അംഗീകരിച്ചത്. ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. വന്ദേമാതരം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഭരണഘടന എന്നു മുതലാണ് അംഗീകരിച്ചത്? ത്രിവർണ്ണ കൊടി എന്നു മുതലാണ് നിങ്ങൾ ഉയർത്താൻ തുടങ്ങിയത്? നിങ്ങൾ എന്നു മുതലാണ് ഭരണഘടനയെ അംഗീകരിച്ചത്? ഭരണഘടനയെ നിങ്ങൾ അംഗീകരിച്ചിട്ട് എത്ര നാളായി എന്നാണ് ചോദിക്കുന്നത്. മാത്രവുമല്ല, ആ ചോദ്യം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ 2025 തന്നെയാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് സെക്യുലറിസവും സോഷ്യലിസവും എടുത്തു മാറണമെന്ന് ദത്താത്രേയ ഹൊസബല ആവശ്യപ്പെട്ടത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ത്രിവർണ്ണ കൊടി അംഗീകരിക്കാത്ത, ദേശീയഗാനം അതാവരുത്, ഏത് ജനഗണമന അധിനായക ആവരുത്. ജനഗണമന അധിനായക എഴുതിയത് ജോർജ് ആറാമൻ രാജാവിനെ പുകഴ്ത്താനാണ് എന്ന പച്ചക്കള്ളം ഈ ഇൻ്റർനെറ്റിന് മുമ്പ് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് RSS. അപ്പോൾ അത് ദേശീയഗാനം ആവരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രവീന്ദ്രനാഥ് ടാഗോറിനെ അതുവഴി അപമാനിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ടാഗോറിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നെഹ്റുവിനെ അറ്റാക്ക് ചെയ്യുന്നത്. അത് ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മാത്രമാണ്. പക്ഷേ ഞാൻ ഭയക്കുന്നത്, ഇപ്പോൾ പാർലമെൻറ്റിൽ അങ്ങനെ ഒരു ഡിബേറ്റ് ഉണ്ടായി, അതല്ല അതിൻ്റെ പ്രശ്നം. ബംഗാൾ ഇലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇനി വരുന്ന മാസങ്ങളിൽ കുറേ കൂടി വയലൻ്റായിട്ടുള്ള ഇവരുടെ ഇടപെടലുകളാണ്. ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ, കൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സാധുവായ ഒരു സ്ട്രീറ്റ് വെണ്ടർ എന്തോ ഇരുന്ന് വിൽക്കുകയാണ്. അപ്പോൾ നീ എന്താണ് വിൽക്കുന്നതെന്ന് ചോദിച്ച് കുറേ അധികം ആളുകൾ കാവിഷാളൊക്കെ ഇട്ട് വന്നിട്ട് ഭീഷണിപ്പെടുത്താനുണ്ട്. എവിടെ? കൽക്കത്തയിലാണെന്ന് ഓർക്കണം. ഭീഷണിപ്പെടുത്തി നീ എന്താ വിൽക്കുന്നത്? അപ്പോൾ അവർ ചിക്കൻ കൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു വിഭവമാണ്, അതിങ്ങനെ സ്ട്രീറ്റായിട്ട് വിൽക്കുക. നീ കൊൽക്കത്തയിൽ ഇവിടെ വന്നിരുന്ന് ചിക്കൻ വിൽക്കുമോ? നമ്മൾ UP യും ബീഹാറും അല്ല കേട്ടോ, ഓർക്കണം. മധ്യപ്രദേശോ രാജസ്ഥാനോ അല്ല, കൽക്കത്തയിൽ നീ ചിക്കൻ വിൽക്കുന്ന ഒരാൾ അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ സർഫസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഇൻസിഡൻറ്റ് ഇനി വരാൻ സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ബംഗാൾ ഏത് വിധേനയും പിടിച്ചേ പറ്റൂ. തമിഴ്നാട് ഇതുപോലെ തന്നെ BJPയും RSSനെ സംബന്ധിച്ച് അവരുടെ ഒരു ഒബ്സഷനാണ് ബംഗാൾ. അതിന് പല കാരണങ്ങളുണ്ട്, ചരിത്രപരവും ജിയോഗ്രഫിക്കലുമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അത് സംഭവിക്കുമെന്നുള്ള പേടിയാണ് ഇനിയുള്ള മാസങ്ങളിൽ. അതെ നിശ്ചയത. ഈ വന്ദേമാതരം മുൻനിർത്തിയിട്ട് ബംഗാൾ പിടിക്കാൻ വലിയൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ 150-ാം വർഷം കർണാടകയിൽ ആഘോഷിക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു BJP MPയും പറയുന്നുണ്ട്, ദേശീയഗാനം വന്ദേമാതരമാണ് ആക്കേണ്ടത്, ദേശീയ ഗീതം ആകേണ്ടതല്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10 മണിക്കൂറിലേക്ക് നമ്മുടെ പാർലമെൻറ്റിൽ ഇത് ചർച്ച ചെയ്യുന്നു. അതിൽ പ്രിയങ്ക ഗാന്ധി കൊടുക്കുന്ന മറുപടി ഉണ്ട്. അതോടൊപ്പം തന്നെ DMKയുടെ MP A രാജ എന്തുകൊണ്ടായിരുന്നു വന്ദേമാതരം വന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് വിശദീകരിക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്താണ് നടക്കുന്നത്? വന്ദേമാതരം എന്ന് പറയുന്ന സംഗതി ഇപ്പോഴത്തെ ചർച്ച ചെയ്യുന്നതും പുറത്തെ ചർച്ചയാക്കുന്നതും അകത്തെ ചർച്ച ചെയ്യുന്നതും എല്ലാം അവർക്ക് പശ്ചിമ ബംഗാളിൽ അതിൻ്റെ ഗുണം കിട്ടുക എന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതുവായ എന്തെങ്കിലും സിംപൽസിനെയോ അല്ലെങ്കിൽ ഭരണഘടനയോ പാർലമെൻറ്റിനെയോ അതിൻ്റെ ജനാധിപത്യ സത്തയോ അതിൻ്റെ കൊടിയോ ഒന്നും അവർക്ക് ആവശ്യമുള്ള കാലത്തോളം
എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴാണോ അതിനെ ആവശ്യം വന്നിട്ടുള്ള അപ്പോൾ മാത്രമേ അവരതിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാത്ത ഘട്ടത്തിലെല്ലാം അതിന് പുറംതിരി നിൽക്കുകയോ അതിനെ അവമതിക്കുകയോ ചെയ്തിട്ടുള്ള ആൾക്കാരാണിത്. ആദ്യ ഘട്ടത്തിൽ 1947 മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരു ദിവസം വേണമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടി എല്ലാവരുടെയും ഓഫീസിൽ കൊടി ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടി ഉയർത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ RS കാരെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അവർ അന്നും ആഗ്രഹിച്ചിട്ടില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയുമുള്ള കുറേ കാലം ഈ ഇന്ത്യൻ കോൺസെപ്റ്റുകളെ അംഗീകരിക്കാതെ പോയിട്ടുള്ളവരാണ്. ഇപ്പോൾ അവരിത് ഉയർത്തുന്നതിന് പിന്നെന്താ റീസൺ ചോദിച്ചാൽ അവർക്ക് ബംഗാൾ ഇലക്ഷനിൽ അതിന് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇവർ ഭയങ്കര പാതകമായിട്ട് പറയാൻ ശ്രമിക്കുന്ന കാര്യമേ, അതായത് ഏതോ ഒരു മുസ്ലിം ലീഡറുടെ വാക്ക് കേട്ടിട്ട് ഈ വന്ദേ മാതരത്തിൻ്റെ വരികൾ വെട്ടിക്കളഞ്ഞു നെഹ്റു എന്നതാണ്. അപ്പോൾ എൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയാത്ത, ഇന്ത്യയിലെ എല്ലാ മതസ്ഥർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഏത് വന്ദേ മാതരത്തിലുണ്ടെങ്കിലും വെട്ടണം. അതിലെന്താ കുഴപ്പമെന്താ? അയ്യോ വന്ദേ മാതരത്തിലെ വരികൾ വെട്ടിയിട്ടുണ്ട്, അതിനെന്താ കുഴപ്പമെന്താന്ന്? അത് ദേശീയ ഗാനത്തിൽ പോലും ഇന്ത്യയിലെ ഭൂരിപക്ഷം മനുഷ്യർക്കും, ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും, അതിപ്പം മതമുള്ളവർക്ക് മതമില്ലാത്തവർക്ക്, ഹിന്ദുവിന് മുസ്ലിമിന് ക്രിസ്ത്യന് പാഴ്സികൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന വരികൾ മതി ഇന്ത്യയുടെ ദേശീയ ഗീതത്തിലായാലും ദേശീയ ഗാനത്തിലായാലും. അന്നത്തെ പൂർവ്വപിതാക്കന്മാരായ മനുഷ്യർ ഈ ഗാനം എടുത്തു വെച്ച് നോക്കി, അത് ഹിന്ദു മതവിശ്വാസവുമായി കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിൽ ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങളുണ്ട്, മണ്ണിനെ ദേവതയായി കണ്ട് ആരാധിക്കുന്ന വരികൾ അതിനകത്തുണ്ട്. അതെല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതല്ല. സോ അത് നെഹ്റു ടാഗോറുമായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ ടാഗോർ പറയുന്നു ശരിയാണ്, താങ്കൾ പറഞ്ഞ പോലും ശരിയാണ്, നമ്മളൊരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ നമ്മളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന വരികൾ വേണം. അങ്ങ് പറഞ്ഞതാണ് ശരി എന്ന് ടാഗോറിന് മനസ്സിലാവുന്നു. ടാഗോർ ആ വരി വെട്ടാൻ സമ്മതിക്കുന്നു. മോദി പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത് ഒറ്റ കത്ത് മാത്രം എടുത്തു വെച്ചിട്ടാണ്. ആ കത്തൊരു കോൺവെർസേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൽ ടാഗോർ സമ്മതിച്ചുകൊണ്ടും ഭാഗം വിശദീകരിച്ചുകൊണ്ടും അയക്കുന്ന കത്തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. 1800-കളിൽ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ വന്ദേമാതര ഗീതം ആലപിക്കുന്നുണ്ട്. മോദി സംസാരിക്കുന്നത് ഒരു ചടങ്ങിൽ ആലപിച്ചു, മറ്റേ ചടങ്ങിൽ ആലപിച്ചതാണ്. ഏത് ചടങ്ങാണെന്ന് മോദിക്ക് പറയാൻ പറ്റില്ല, കാരണം ആലപിക്കുന്ന ചടങ്ങ് ഏതാണ്? പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ പരിപാടിയിൽ ആലപിച്ചതാണ്. താങ്കൾ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞല്ലോ, ആ ചടങ്ങ് ഏതാണെന്ന് പറയാനുള്ള ധൈര്യം കൊണ്ട് ചോദിക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ ചടങ്ങാണ്, നിങ്ങളുടെ ഏതെങ്കിലും ചടങ്ങിൽ നിങ്ങൾ ആലപിച്ചിട്ടുണ്ടെന്ന ചോദ്യം. അപ്പോൾ അത് മുഹമ്മദ് അലി ജിന്ന ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അതിപ്പോൾ അതിനകത്ത് നെഹ്റു ഉണ്ട്, സരോജിനി നായിഡു ഉണ്ട്, പട്ടേലുണ്ട്, മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഇരുന്ന് അവർക്ക് എല്ലാവർക്കും കൂടി ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിട്ടാണ് നമുക്ക് ഈ ഭാഗങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. എന്നിട്ടാണ് അതിൽ ദേശീയ ഗീതമായി അഡോപ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ ഏത് പാട്ടായാലും കൊടിയായാലും ഏത് തരത്തിലുള്ള ദേശീയ സംഹിതകളായാലും അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാവണം, അല്ലെങ്കിൽ വെട്ടണം. ഇപ്പോൾ നമ്മളൊരു പാട്ട് എഴുതുകയാണ് ദേശീയ ഗീതമാക്കാൻ, അതിനകത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അള്ളാഹു അക്ബർ പോലുള്ള വാക്കുകൾ ചേർക്കാം എന്ന് പറഞ്ഞാൽ ആരൊക്കെ അംഗീകരിക്കും? മോദി സമ്മതിക്കുമോ? RS സമ്മതിക്കുമോ? അത് കാരണം അത് അംഗീകരിക്കാൻ കഴിയാത്ത, അത് വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാത്ത വലിയ വിഭാഗം ആൾക്കാർ ഇന്ത്യയിലുണ്ട്. തിരിച്ചും അങ്ങനെയാണ്, പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് അയ്യോ ദേശീയ ഗീതം വെട്ടേണ്ടി വന്നാൽ ഏത് ദേശീയ ഗീതവും വെട്ടിക്കൊണ്ട് മനുഷ്യർക്ക് പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അതുമായി ബന്ധപ്പെടുത്തി കള്ളം പറയുക എന്ന് പറയുന്ന പരിപാടി. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേശീയ ചിഹ്നങ്ങളോടോ ഗാനങ്ങളോടോ മമതയില്ല എന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ പണിയെടുത്ത ആൾക്കാരോട് ഒരു നിലയ്ക്കും സഹകരിക്കാതിരിക്കുകയും അതിനെ ഒറ്റുകൊടുക്കുകയും അതിനുവേണ്ടി പോയി മെനക്കെടരുതെന്ന് യുവാക്കളെ ഉപദേശിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ തുടർ പരമ്പരക്കാർ ഇന്ത്യക്ക് എന്തോ പുരാതന കാലത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുന്നതിന് പകരം കോമഡി എന്ന് പറയുന്ന സംഗതി വേറെ ഉണ്ടോ? പിന്നെ അന്നത്തെ കാലത്ത് നെഹ്റു ആയിരുന്നു എതിരാളി, പട്ടേലായിരുന്നു അപ്പുറത്ത്. അതിനെക്കുറിച്ച് എപ്രോപ്രിയേഷൻ നുണ പറയുക അതവരുടെ രീതിയാണ്. ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ അമിത്ഷാ പ്രസംഗിച്ചത് പട്ടേലിൻ്റെ മോഹം സഫലമായി എന്നാണ്. നമ്മൾ ചരിത്ര രേഖകൾ എടുത്ത് പരിശോധിച്ച് നോക്കണം. ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും പട്ടേൽ ഒരു വിരുദ്ധോഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ആർട്ടിക്കിൾ 370 തെറ്റാണ്, അതെടുത്ത് കളയേണ്ടതുണ്ട് എന്ന് പട്ടേൽ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് നമ്മൾ കാണുന്നുണ്ട്? ഇല്ല. പക്ഷേ വെറുതെ അങ്ങോട്ട് പറയും പട്ടേലിൻ്റെ മോഹം സഫലമായിരിക്കുന്നു. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നെഹ്റുവിനെതിരായിട്ടുള്ള മഹാവിജയം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നിനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വ്യാജം പറയുക, ഉളുപ്പില്ലാതെ വ്യാജം പ്രസംഗിക്കുക, ഹെയ്റ്റ് പ്രസംഗിക്കുക, നുണ പറഞ്ഞ ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുക, ആൾക്കാരെ വെറുതെ അനാവശ്യമായിട്ട് തീ പിടിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇവരുടെ ജീവിതത്തിൻ്റെ, ഇവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും ഇപ്പോഴും എല്ലാം അത് കാണാൻ പറ്റും. വന്ദേമാതരത്തിൻ്റെ കാര്യം എടുക്കും, വന്ദേമാതരത്തെക്കുറിച്ചും വന്ദേമാതരം എഴുതിയ ആളെക്കുറിച്ചും അയാൾ എഴുതിയ കൃതികളെക്കുറിച്ചും അയാൾ എങ്ങനെയൊക്കെയാണ് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് വേറെയും സംസാരിക്കാവുന്നതാണ്. അത് ഓൾറെഡി നമ്മളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചരിത്രം ശരിയായി സംസാരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത് സംഘിനെ സംബന്ധിച്ച് വലിയ റിസ്ക് ആയിരിക്കും. പിന്നെ അവർക്കൊരു ഗുണമുള്ളത്, അവർ പറയുന്ന ഈ സംഗതികൾക്ക് കൂടുതൽ ഇത് കിട്ടും, പെനട്രേഷൻ കിട്ടും. കാരണം സംവിധാനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണ്, മാധ്യമങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലാണ്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ മുഴുവൻ അവരുടെ കയ്യിലാണ്. അവർക്ക് ഈ പറയുന്ന നുണയെല്ലാം ആധികാരികമെന്ന മട്ടിൽ പ്രചരിപ്പിക്കാൻ കഴിയും.
മറ്റൊരു കാര്യം, ഇതിൻ്റെയൊക്കെ വസ്തുത തിരയാൻ വേണ്ടി അടുത്ത തലമുറ വന്ന് നോക്കുമ്പോൾ അവയെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ ആവശ്യമായിട്ടുള്ള പണി അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഗതി? സത്യം എന്നത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അവർക്ക് ആവശ്യമുള്ള നുണകൾ അവർ നിരന്തരമായി പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പം ഇതെല്ലാം ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ ദുര്യോഗമാണ്. പക്ഷേ ഇതിൽ എന്തോ ഒരു മഹാപരാധം ചെയ്തിരിക്കുന്നു. പുണ്യ പുരാതന പരിപാവനമായിട്ടുള്ള നമ്മുടെ ദേശീയ ഗീതത്തിലെ ചില വരികൾ എടുത്തു കളഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ വരികൾ എടുത്തു കളയേണ്ടതാണെങ്കിൽ ഭരണഘടനയിൽ നിന്നാണെങ്കിൽ പോലും എടുത്തു കളയണം. കാരണം ഇതൊരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇവിടെ എല്ലാവർക്കും ഒരേ അവകാശമാണ്. പ്രത്യേകമായി ആരുടെയെങ്കിലും സെൻറ്റിമെൻസിനെ എവിടെയെങ്കിലും തിരികെ കയറ്റുക എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ പറ്റാത്തൊരു കാര്യമാണ്. പലതരത്തിൽ അതിനെ ബൈപ്പാസ് ചെയ്യുന്നുണ്ടെങ്കിലും. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് ഒരു പാതകം സംഭവിച്ചെന്ന് തോന്നുന്നില്ല. ഇത് നടക്കും. ഇതിപ്പം ബംഗാൾ പിടിക്കാനുള്ള പണിയുടെ ഭാഗമാണ്. നമ്മൾ കണ്ടില്ല, ബംഗാളിൽ ബാബരി മസ്ജിദ് പണിയാൻ പോകുന്നത് ഒരു മുൻ തൃണമൂൽ MP ആ ബാബരി മസ്ജിദ് പണിയാൻ പോകുന്നത് പറഞ്ഞാൽ തൃണമൂൽ അയാളെ പുറത്താക്കി. അയാൾ പുറത്തിറങ്ങിയിട്ട് ബാബരി മസ്ജിദ് പണിത് കാണുമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. അയാൾ അതിനുവേണ്ടി വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. 60,000 പേർക്കുള്ള ബിരിയാണി, 10 ലക്ഷം രൂപ മുടക്കിയാണ് സ്റ്റേജ് പണിത്. എവിടെ നിന്നാണ് അയാൾക്ക് ഈ പൈസ? ആരാണ് ഈ പൈസ കൊടുക്കുന്നത്? ബാബരി മസ്ജിദ് എന്ന പേര് അതിനിടുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് തലേന്ന് പ്രഖ്യാപിക്കുന്നു. അയാൾ നാളെ ഏതോ മുസ്ലിം കക്ഷിയിൽ തുടങ്ങാൻ പോവാണ്. എവിടുന്നാണ് ഈ പൈസ വരുന്നത്? പൾസർ തുണിക്കൊക്കെ പൈസ വരുന്നു പറഞ്ഞാൽ ഇയാൾക്ക് പൈസ വരികയാണ്. അയാൾ ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ പോകും ഒറ്റയ്ക്ക്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതെങ്ങനെയാണ് ഡിവൈഡ് ഉണ്ടാക്കുന്നത്? അതിനാരാണ് കളിക്കുന്നത്? നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സ് കഴിഞ്ഞ 10 വർഷമായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെയൊക്കെയാണ് എന്ത് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ആ നിലയ്ക്കുള്ള പലതരത്തിൽ അപകടകരമായ കളികൾ ബംഗാളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള വയലൻസിനെയും പ്രശ്നത്തെയും നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. അതിപ്പോൾ സിദ്ധാന്തപരമായിട്ടുള്ള ചർച്ച പാർലമെൻറ്റിൽ മുതൽ വഴി കാണുന്നവനെ കൂമ്മിനിടിക്കുന്ന അടക്കമുള്ള വയലൻസ് അടക്കമുള്ള വലിയൊരു പ്രോജക്റ്റ് ആയിരിക്കും. അത് നമ്മൾ കാണാനിരിക്കുന്നതുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ബംഗാൾ പിടിക്കാനുള്ള പലവിധ പ്രോജക്റ്റുകൾ ഒന്നാണ് വന്ദേ മാതരം. BJPക്ക് തുടർന്നും നമ്മൾ കരുതിയിരിക്കണം. വലിയ വലിയ പ്രോജക്റ്റുകളായിരിക്കും അണിയറയിൽ ഒരുങ്ങുക.